ഹിറ്റ് പാട്ടുകൾ ഗുരുവായൂർ കേശവനാണെങ്കിലും കൽപ്പാന്തകാലത്തോടെ പാട്ടുകൾ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സിനിമയിലും ആ സമയത്ത് അത്യാവശ്യം ഒരുപാട് ഈ പാട്ടും ഡാൻസും ഒക്കെ ആവശ്യമുള്ള സിനിമകൾ ഉണ്ടായിരുന്നു. ആ പ്രദേശത്ത് ഒന്നും അദ്ദേഹം അധികം തൊട്ടിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? അല്ലെങ്കിൽ കമലഹാസൻ ചെല്ലുന്നത് സോമേട്ടനെ ഡാൻസ് പഠിപ്പിക്കാനാ ആദ്യമായിട്ട്. ഫസ്റ്റ് അങ്ങനെയാണ് ഇവര് പരിചയപ്പെടുന്നത്. കമലഹാസൻ അന്ന് ഡാൻസ് മാസ്റ്ററുടെ അസിസ്റ്റന്റാ. അപ്പോ കമലഹാസൻ ഡാൻസ് മാസ്റ്റർ അസിസ്റ്റന്റ്, കമലഹാസൻ ഡയറി ഡാൻസ് പഠിപ്പിക്കാനാണ്. അങ്ങനെയാണ് ഇവർ തമ്മിൽ ആദ്യം കാണുന്നത്. ചെന്നു ഡാൻസ് പഠിപ്പിക്കാൻ ചെന്നു. സോമേട്ടന് ഡാൻസ് അറിയാമല്ലോ. അങ്ങനെ അവിടുന്ന് ആരംഭിക്കുന്ന സൗഹൃദമാണ് അവരുടെ. അത് മരണം വരെ ഏറ്റവും സുദൃഢമായ. വീട്ടിൽ വന്നിട്ടില്ലേ അതിന് ശേഷവും? കമലഹാസനായിരുന്നു ചീഫ് ഗസ്റ്റ്. പറഞ്ഞു രഞ്ജിത്ത് പറഞ്ഞ ഫംഗ്ഷൻ വന്നെന്ന് പറയുന്നത്. അല്ലാതെ അല്ല അതിന് മുമ്പുള്ള സമയങ്ങളിലൊക്കെ പുള്ളി എറണാകുളത്തൊക്കെ വരുമ്പോഴത്തേക്കും അല്ലെ ആലപ്പി വരുമ്പോൾ വീട്ടിൽ വരുമായിരുന്നു. ഡാഡിയുള്ള സമയത്തൊക്കെ അവിടെ വരുമായിരുന്നു. വലിയ കൂട്ടാണ്. അതെ അതെ, ഭയങ്കര സൗഹൃദമായിരുന്നു. അതിന്റെ വ്യാപ്തി ഞാൻ പറഞ്ഞല്ലോ. അല്ലെങ്കിൽ 25 വർഷത്തിന് ശേഷം കമൽഹാസൻ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ഹെലികോപ്റ്റർ ചാർട്ടർ ചെയ്ത് കൊച്ചിയിൽ വന്ന് തിരുവല്ലയിൽ വരുമോ? ഒരിക്കലും ആരും ചെയ്യത്തില്ല. അല്ലാതെ ഹോസ്പിറ്റലായിരുന്നു പോലും മെഡിക്കൽ ഇങ്ങനെ വിളിച്ച് ഞാൻ മദ്രാസ് വിളിച്ചായിരുന്നു. മദ്രാസ് വിളിച്ച് ഡയറിയുടെ കണ്ടീഷൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു മെഡിക്കൽ റിപ്പോർട്ട് ഫാക്സ് ചെയ്യാൻ പറഞ്ഞു. ഫാക്സ് ചെയ്ത് കൊടുത്തു. ഹാർഡ്ലി 1 hour. അപ്പോഴത്തേക്കും പുള്ളി ഹോസ്പിറ്റലിൽ റൂമിൽ വിളിച്ചു. കേസിൽ 512 റൂം. അവിടെ വിളിച്ചു അമ്മയോട് പറഞ്ഞു അവരെ മദ്രാസിൽ ചെക്ക് ചെയ്തു, നമുക്കൊന്നും ചെയ്യാനില്ല, അതുപോലെ ക്രിട്ടിക്കലാണ്. പുള്ളി അത്രയും അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്തു. അല്ല, അതൊക്കെ ഒരു സിനിമാ സൗഹൃദങ്ങൾക്ക് അപ്പുറമാണ് കേട്ടോ. നമ്മൾ സിനിമാ സൗഹൃദം എന്ന് പറയുന്ന, നമ്മൾ സിനിമയിൽ സൗഹൃദങ്ങൾ ഉണ്ടെങ്കിലും സിനിമാ സൗഹൃദം എന്ന് പറയുന്നത് വേറൊരു തരം സൗഹൃദമാണ്. അത് സിനിമയിൽ എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളുകൾ തമ്മിൽ, സിനിമയുള്ള ആളുകൾ തമ്മിൽ ഒക്കെ പങ്കുവെക്കുന്നുണ്ട്. അതായത് സിനിമയിലെ സൗഹൃദങ്ങൾ വേറെയാണ്. സിനിമ എന്നുള്ള ഹെഡിങ്ങിന്റെ കീഴെ വരുന്ന കുറെ സൗകര്യങ്ങളുള്ള സൗഹൃദങ്ങളുണ്ട്. അതിനൊക്കെ അപ്പുറം എത്രയോ വലുതാണ്. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതുപോലെ അയച്ചും നോക്കിയും കേട്ടും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാതൊരു സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ ആളുകൾ പരമാവധി അത് എങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റുന്നത് നോക്കുന്നതിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത്. ഈ നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞൊരു നാടക പശ്ചാത്തലം എന്ന് പറയുന്നുണ്ട്. അത് ഒരുപക്ഷെ സജീട്ടൻ ജനിക്കുന്നതിന് വളരെ മുമ്പ്. പക്ഷെ അറിയാം, ഓൾമോസ്റ്റ് എനിക്ക് സ്കൂൾ തൊട്ടേ ഉണ്ട്. ഡാഡി സ്കൂളിലൊക്കെ നാടകം ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് എയർഫോഴ്സിൽ പോയി നാടകം ചെയ്യുമായിരുന്നു. അങ്ങനെ എയർഫോഴ്സിൽ അതിനോട് ക്രേസ് ഇതായിട്ടാണ് എയർഫോഴ്സ് വിട്ടിഞ്ഞ് പോകുന്നത്. വിട്ടു പോകുന്നതാണോ തീർത്തു പോകുന്നതാണോ? ഇല്ല, വിട്ടു. അഭിനയിച്ചേ പറ്റൂന്നുള്ളൊരു. ആ സമയത്ത് അപ്പൊ അഭിനയത്തിലോട്ടുള്ള വഴി എന്തായിരുന്നു അന്ന്? ഇപ്പൊ എയർഫോഴ്സിൽ നിന്ന് ഒരാൾ നാട്ടിലോട്ട് നാടക പാരമ്പര്യമായിട്ട് വന്നാലും എങ്ങനെയായിരുന്നു സിനിമയിലോട്ട്? നമ്മുടെ കൊട്ടാരക്കര ശ്രീനിവാസന്റെ ട്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു, അയച്ചേട്ടന്റെ ആ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. കൊല്ലം. എനിക്ക് അതിനെ ഡീറ്റെയിൽ അത് റെക്കോർഡുകളില്ല അല്ലേ ഇന്റർവ്യൂവിന് പറയുന്നതിനകത്ത്? ഇവിടെ ഇനിയിപ്പം നമ്മള് അമ്മയെ കേട്ടു, സജയേട്ടൻ ഇവിടെ ഉണ്ട്. സജയേട്ടന്റെ സഹോദരി സോമേട്ടന്റെ മകള് നമ്മളോട് സോമേട്ടനെ പറ്റിയുള്ള ഓർമ്മകൾ പറയും. എനിക്ക് ഏതാണ്ട് ഒരു 1.5 വയസ്സായപ്പോഴാണ് ഡാഡിയുടെ ആദ്യത്തെ പടം, അതായത് ഗായത്രി റിലീസ് ആവണം. അപ്പം ഞാനിങ്ങനെ ഡാഡി തന്നെ പറഞ്ഞു തന്നിട്ടുള്ളത്, നമ്മളെല്ലാരും കാണാൻ വേണ്ടി മൂവി ഹാളിൽ എവിടെയാണെന്നൊന്നും ഓർമ്മയില്ല എനിക്ക്, പോയി അവിടെ മടിയിലിരുന്നിട്ട് സ്ക്രീനിൽ ആള് വരുമ്പോ ഇങ്ങനെ ഡാഡി ഡാഡി എന്ന് വിളിച്ച് എല്ലാവർക്കും ശല്യം ഉണ്ടാക്കിയ കഥയൊക്കെ. പിന്നെ അങ്ങോട്ടുള്ള എല്ലാ അവധികളിലും നമ്മൾ സ്കൂളിലായിരിക്കുമ്പോൾ വെക്കേഷൻ, ഓണം, ക്രിസ്മസ്, എപ്പോഴും എവിടെയാണോ ഡാഡി അവിടെ പോകും നമ്മള്. അതൊരു ഭയങ്കര കളർഫുൾ ചൈൽഡ്ഹുഡ് ആയിരുന്നു ഞങ്ങളുടേത്. പിന്നെ ബോർഡിങ്ങിലാണെങ്കിലും, ഇടയ്ക്ക് ബോർഡിങ്ങിലാണെങ്കിൽ ഞങ്ങൾ കൊച്ചിയിലൊക്കെ ഉള്ളെങ്കിൽ അപ്പൊ ഡാഡിക്ക് ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അവിടെ സ്കൂളിൽ വരും. പിന്നെ ഓവർനൈറ്റ് നമ്മളെ വിളിച്ചുകൊണ്ട് പോകും, അല്ലെ വീക്കെൻഡ്സിൽ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഭയങ്കര ലവിങ് ആയിരുന്നു, ഭയങ്കര ലവിങ്. വലുതായതിനു ശേഷമാണെങ്കിലും ഓക്കെ. അപ്പൊ വീട്ടില് നമ്മൾ ഉണ്ണാനൊക്കെ ഇരിക്കുമ്പം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഞാനും എന്റെ ബ്രദറും സാജി, ഞങ്ങൾ 2 ആള്. അപ്പൊ നമുക്ക് 2 പേർക്കും അവസാനത്തെ ഉരുള ഇങ്ങനെ ഉരുട്ടി വായി തരിക, അങ്ങനെയൊക്കെ ഉള്ളൊരു അത് കല്യാണം കഴിഞ്ഞതിന് ശേഷവും സെയിം അത് കണ്ടിന്യൂ ചെയ്യും. പിന്നെ എനിക്ക് മോളായതിനു ശേഷം സോറി, ഞാൻ ഡാഡിയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഇച്ചിരി ഒരു ഇമോഷണൽ ആവും എപ്പോഴും. സോറി. മോളായതിനു ശേഷവും ഓക്കെ, എല്ലാ ദിവസവും കിടക്കുമ്പോഴാണെങ്കിലും രാത്രിയിൽ ഒരു സൈഡില് ഞാന്, ഒരു സൈഡില് മോള്, നടുക്ക് ഡാഡി. അങ്ങനെ ഒരു അതുകൊണ്ടായിരിക്കും മേ ബി എന്റെ 26 വയസ്സ് വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിന്റെ ഉള്ളില് തരാവുന്നതിന്റെ അത്രയും ഒത്തിരി സ്നേഹം തന്നിട്ടാ പോയത്.